നമസ്കാരം. ഇനി ഭാരതത്തിന്റെ അഭിമാനമായ വന്ദേമാതരത്തെ തൊട്ടുകളിച്ചാൽ കളി ആകെ മാറും. നേരിട്ട് അഴിക്കുള്ളിലേക്ക് പോകാമെന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഭാരതത്തിന്റെ ദേശീയതയെയും പരമാധികാരത്തെയും എപ്പോഴും ചോദ്യം ചെയ്യാൻ നടക്കുന്നവരുടെയും നരേന്ദ്രമോദി സർക്കാരിനോടുള്ള രാഷ്ട്രീയ ചുരുക്ക് കാരണം രാജ്യത്തിന്റെ സനാതന പാരമ്പര്യത്തെയും സാംസ്കാരിക മൂല്യങ്ങളെയും ഊരിപ്പിടിച്ച വാളുകൊണ്ട് വെട്ടാൻ നോക്കുന്നവരുടെയും ഒക്കെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മുടെ ദേശീയ ഗാനത്തിന് ഭരണഘടന നൽകിയിരിക്കുന്ന അതേ തുല്യമായ നിയമപരിരക്ഷയും ഉയർന്ന ആദരവും ഇനി മുതൽ നമ്മുടെ സ്വന്തം ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പുവരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ചരിത്രപരമായ നിയമ ഭേദഗതി രാജ്യത്തിന്റെ രാഷ്ട്രീയ കളം തന്നെ ആകെ ഇളക്കിമറിക്കാൻ പോവുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ചരിത്രപ്രധാനമായ ബില്ലിന്റെ പേര് ദേശീയ ബഹുമതികൾ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 എന്നാണ്. 1971 ദേശീയ ബഹുമതി നിയമത്തിൽ കാതലായ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ പുതിയ ശക്തമായ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇതുവരെ നമ്മുടെ ദേശീയ പതാകയ്ക്കും ഭരണഘടനയ്ക്കും ദേശീയ ഗാനമായ ജനഗണമനയ്ക്കും മാത്രമായിരുന്നു ഈ നിയമപ്രകാരമായ സവിശേഷ നിയമ സംരക്ഷണം ഉണ്ടായിരുന്നത്. എന്നാൽ ചരിത്രപരമായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച കോടിക്കണക്കിന് ഭാരതീയരുടെ സിരകളിൽ വിപ്ലവത്തിന്റെ തീപ്പൊരി പടർത്തിയ വന്ദേ മാതരത്തിന് ഇതുവരെ അത്തരമൊരു ഔദ്യോഗിക നിയമപരിരക്ഷ ലഭിച്ചിരുന്നില്ല എന്ന വൈരുദ്ധ്യമാണ് മോദി സർക്കാർ ഇപ്പോൾ തിരുത്തി കുറിക്കുന്നത്. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ഏവർക്കും മനസ്സിലാകും. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലിയിൽ വെച്ച് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൃത്യമായി വ്യക്തമാക്കിയത് പ്രകാരം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേമാതരം എന്ന ഗീതം വഹിച്ച പങ്ക് ജനഗണമനയ്ക്ക് തുല്യമാണെന്നാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ പിൽക്കാലത്ത് ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്ത് ഇതിനെ തഴയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1937 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ചില വിഭാഗങ്ങളുടെ എതിർപ്പിന് മുന്നിൽ മുട്ടുമടക്കി വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രമായി ചുരുക്കിക്കളഞ്ഞത് വലിയൊരു ചരിത്രപരമായ വിവേചനമായിരുന്നു. ആ വിവേചനം പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങളും ഉൾപ്പെടുന്ന 3.5 മിനിറ്റിലധികം ദൈർഘ്യമുള്ള പൂർണ്ണ രൂപം തന്നെ ഇനി മുതൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും ദേശീയഗാനത്തിന് തൊട്ടു മുൻപ് നിർബന്ധമായും ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചരിത്രപരമായ നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പുതിയ ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി നിയമമായി മാറിയാൽ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിക്കുകയോ അതിനെ ആലാപനം തടസ്സപ്പെടുത്തുകയോ വന്ദേമാതരം ആലപിക്കുന്ന ചടങ്ങുകളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്കെതിരെ കർശനമായ ജാമ്യമില്ലാ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടും. കുറ്റം ആവർത്തിക്കുന്നവർക്ക് ചുരുങ്ങിയത് 1 വർഷത്തെ തടവ് ശിക്ഷ നിർബന്ധമായി ലഭിക്കുന്ന രീതിയിലാണ് ഇതിലെ കടുത്ത വ്യവസ്ഥകൾ രൂപീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ദേശീയതയെയും വെല്ലുവിളിക്കുന്ന ശക്തികൾക്ക് കരണം നോക്കിക്കിട്ടുന്ന ശക്തമായ അടിയായിരിക്കും ഈ നിയമനിർമ്മാണം എന്നതിൽ സംശയമില്ല. മോദി സർക്കാരിന്റെ ഈ ശക്തമായ നീക്കം രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങൾക്ക് കൂടുതൽ പവിത്രതയും ഭരണഘടനാപരമായ ബലവും നൽകും. എന്നാൽ ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതോടുകൂടി രാജ്യത്തെ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് അരങ്ങൊരുങ്ങാൻ പോകുന്നത്. മോദിയോടും ഭരണപക്ഷത്തോടുമുള്ള അന്തർലീനമായ ചുരുക്കും രാഷ്ട്രീയ എതിർപ്പും കാരണം എന്ത് കാണ്ടാമൃഗ ന്യായങ്ങൾ നിരത്തിയും ഇതിനെ എതിർക്കാൻ ചില പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസും ഇപ്പോൾ തന്നെ വണ്ടി കയറി കഴിഞ്ഞു. എന്നാൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും കോടിക്കണക്കിന് ജനങ്ങളുടെ ദേശീയ വികാരങ്ങൾക്കും എതിരായി നിൽക്കുന്ന ഇത്തരം ശക്തികളുടെ കുതന്ത്രങ്ങളെല്ലാം ജനമധ്യത്തിൽ പൊളിഞ്ഞു വീഴുമെന്ന കാര്യം ഉറപ്പാണ്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൂടി വരുന്ന ഈ സുപ്രധാന വേളയിൽ രാജ്യത്തിന്റെ മണ്ണിൽ ദേശസ്നേഹത്തിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങുകയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഈ അനശ്വര ഗീതം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ തോക്കുകളെയും ലാത്തികളെയും നേരിടുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചുണ്ടുകളിൽ മന്ത്രം പോലെ ഉയർന്നു കേട്ടത് ഇതേ വന്ദേമാതരമായിരുന്നു. ആ ധീര രക്തസാക്ഷികളുടെ ത്യാഗത്തെ കൂടി ആദരിക്കുന്നതാണ് ഈ പുതിയ നിയമം. സ്വന്തം രാജ്യത്തെയും ദേശീയ ചിഹ്നങ്ങളെയും ജീവനായി സ്നേഹിക്കുന്ന കോടിക്കണക്കിന് സാധാരണക്കാരായ പൗരന്മാർ ഈ തീരുമാനത്തെ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. വിദേശ ശക്തികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണിത്. ഇനി മുതൽ രാജ്യത്തെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വന്ദേമാതരത്തിന് അർഹമായ പ്രാധാന്യം ലഭിക്കുമെന്ന് ഈ പുതിയ ഭേദഗതി ഉറപ്പു നൽകുന്നു. ദേശീയത എന്നത് കേവലം ഒരു വാക്കല്ല, മറിച്ച് ഓരോ പൗരന്റെയും ഹൃദയമിടിപ്പാണെന്ന് ഈ ബിൽ ഓർമ്മിപ്പിക്കുന്നു.
വന്ദേ മാതരത്തോടുള്ള ആദരവ് എന്നത് ഓരോ ഭാരതീയന്റെയും പവിത്രമായ കടമയാണ്. അതിൽ വെള്ളം ചേർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഈ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ തീപാറുന്ന ചർച്ചകളും ബഹളങ്ങളും നടക്കുമെന്നുറപ്പാണ്. എങ്കിലും രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് മോദി സർക്കാർ നടത്തുന്ന ഈ ചരിത്രപരമായ നീക്കം ഭാരതത്തിന്റെ പ്രതിരോധശേഷിയെയും സാംസ്കാരിക അടിത്തറയെയും ലോകത്തിന് മുന്നിൽ കൂടുതൽ ഉയരത്തിലെത്താൻ സാധിക്കും. ഈ നിയമനിർമ്മാണത്തിലൂടെ ഭാരതത്തിന്റെ ആത്മാവിനെയാണ് കേന്ദ്ര സർക്കാർ വീണ്ടെടുക്കുന്നത്. വൈദേശിക അടിമത്തത്തിന്റെ ചിഹ്നങ്ങളെയും വിവേചനങ്ങളെയും ഓരോന്നായി തുടച്ചു നീക്കുന്ന സുപ്രധാന പ്രക്രിയയാണിത്. വന്ദേ മാതരം ആലപിക്കുമ്പോൾ ഹൃദയത്തിൽ ദേശഭക്തി നിറയുന്ന ഓരോ പൗരനും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കുകയാണ്. വിഘടനവാദ ചിന്താഗതികൾക്കും രാജ്യത്തെ വിഭജിക്കാൻ നോക്കുന്ന ശക്തികൾക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് ഈ നിയമ ഭേദഗതി. ഭാരതമാതാവിന്റെ മക്കൾക്ക് ഈ ഒരു ഗീതം വികാരമാണ്. വരും തലമുറകൾക്ക് രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രവും സാംസ്കാരിക മൂല്യങ്ങളും പകർന്നു നൽകാൻ ഈ ചരിത്രപരമായ തീരുമാനം സഹായിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ല. നമ്മുടെ പൂർവികർ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയപ്പോൾ അവർക്ക് കരുത്തു പകർന്ന ഈ വരികളെ മാറ്റി നിർത്താൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണിത്. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്തരം ദേശീയ പ്രതീകങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പ്രവണത ഇനി രാജ്യത്ത് അനുവദിക്കില്ല. വന്ദേ മാതരം പാടാൻ മടിക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയുമാണ് നിഷേധിക്കുന്നത്. ഈ പുതിയ ബില്ലിലൂടെ നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും രാജ്യസുരക്ഷയ്ക്കും ദേശീയ വികാരത്തിനും മുകളിലല്ല ഒരു രാഷ്ട്രീയവുമെന്നും ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെടുന്നു. ദേശീയ സമഗ്രത കാത്തുസൂക്ഷിക്കാൻ മോദി സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരം വലിയ നീക്കങ്ങൾ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഈ ദേശീയ ഗീതത്തെ പരിപോഷിപ്പിക്കേണ്ടത് പുതിയ തലമുറയുടെ അത്യന്താപേക്ഷിതമായ ആവശ്യമാണ്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണമുള്ള നിയമങ്ങൾ അനിവാര്യമാണ്. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് ഈ പുതിയ നിയമ ഭേദഗതി. ദേശസ്നേഹം എന്നത് വെറുമൊരു പ്രകടനമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതചര്യയായി മാറണം. ഈ പുതിയ വിപ്ലവകരമായ തീരുമാനത്തിലൂടെ ഭാരതം കൂടുതൽ ശക്തമായ ഒരു നാളേക്ക് വേണ്ടി ചുവടുവെക്കുകയാണ്. ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നവർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം വർദ്ധിക്കും. വന്ദേ മാതരത്തിന്റെ ഓരോ വരിയും ഭാരതത്തിന്റെ പ്രകൃതി ഭംഗിയെയും സാംസ്കാരിക സമ്പന്നതയെയും വിളിച്ചോതുന്നതാണ്. ഈ സന്ദേശം ഉൾക്കൊള്ളാൻ എല്ലാ പൗരന്മാരും ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദേശീയ വികാരങ്ങളെ ബലികഴിക്കുന്ന പഴയ കാലം കഴിഞ്ഞു പോയി എന്ന് ഈ ബിൽ തെളിയിക്കുന്നു. ശക്തമായ ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. സാംസ്കാരിക ദേശീയതയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു നവഭാരതമാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. ഈ സുപ്രധാന ഭേദഗതി അതിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. ഈ വിപ്ലവകരമായ നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.